അതൊരു ഡേഞ്ചറസ് കണ്ടീഷനാ. ആ ഒരു മയക്കത്തിൽ എല്ലാം അവസാനിച്ചെന്നും വരാം. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഡോക്ടർ, മനസ്സിലായി ഡോക്ടർ. ഇതുപോലെ ഒരു പേഷ്യന്റിനെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. മരിക്കുന്നത് വരെ സന്തോഷത്തോടെ മാത്രം ജീവിക്കണം എന്നൊരു വാശിയിലാണ് ആ കുട്ടി. പക്ഷേ എന്ത് ചെയ്യാം, ഈ കണ്ടീഷനിൽ അത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. ഡോക്ടർ, എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാം ഞാൻ ചെയ്യാം. നമുക്കാർക്കും ഒന്നും ചെയ്യാനില്ല സച്ചി. മുകളിലിരിക്കുന്ന ആ വലിയ ഡോക്ടർ തീരുമാനിക്കണം എന്തു വേണമെന്ന്. ജീവൻ രക്ഷിക്കാൻ നമുക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു ഹൃദയം ഏതുവരെ മിടിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവനാണ്, സാക്ഷാൽ ദൈവം. അവിടെ ഞങ്ങൾ ഡോക്ടർമാരെല്ലാം നിസ്സഹായരാ. എന്തായാലും താനുള്ളത് നന്നായി. തൻ്റെ കൂടെ ആ കുട്ടി വളരെ കംഫർട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങള് അടുത്ത സുഹൃത്തുക്കളാണ് ഡോക്ടർ. എന്തായാലും താൻ ഇവിടെ തന്നെ വേണം. അയ്യോ വേണ്ട വേണ്ട, ഇങ്ങനെ കണ്ടാ മതി. ഇവള് കുഞ്ഞാണെങ്കിലും ഒക്കെ ഭാരമുണ്ട്. ഇപ്പോഴേ നിനക്ക് ഭാരമൊന്നും എടുക്കാറായിട്ടില്ല. ഞങ്ങളുടെ കൂടെ വരാൻ നല്ല കരച്ചിലായിരുന്നു. വണ്ടിയിലിരുന്ന് കരഞ്ഞു കരഞ്ഞു ഉറങ്ങിപ്പോയി. അമ്മുക്കുട്ടി, മോൾ ഉണർന്നില്ലേ? മോക്ക് അമ്മയെ കാണണ്ടേടാ. അതെ, മോക്കൊരു അനിയത്തിഭാവം വന്നിട്ടുണ്ട്. അവളെ കാണണ്ടേ? ഇനി ഉറങ്ങി എങ്ങനെയാ കാണുക? അച്ഛൻ മോളെ കാണാൻ വേണ്ടി കാത്തിരിക്കുക. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, സച്ചി ഇതുവരെ വന്നില്ലേ? റിസൾട്ടും കൊണ്ട് പോയതല്ലേ, ഇപ്പൊ വരും. ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം. നീ അവിടെ ഇരിക്കേ, ഇപ്പൊ എങ്ങോട്ടും പോണ്ട, അവനിങ്ങി വന്നോളൂ. ഓ, കൊച്ചുണരുന്നതിന് മുമ്പ് ആതിരയുടെ കയ്യിലെത്തിക്കണം, ഇല്ലെങ്കിൽ ഇവളെ വഴി മുഴുവൻ കരയും. അമ്മയുടെ പൊന്നുമോളെ, എന്തൊരു ഉറക്കം ഇത്. അർച്ചനയുടെ ഹസ്ബൻഡ് എവിടെ? ഇതുവരെ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചില്ലല്ലോ. കാണിച്ചില്ലേ? ഇല്ലല്ലോ. നിങ്ങൾ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, ഹസ്ബൻഡ് വന്നിട്ട് കഴിക്കാന്ന് കരുതിയിരിക്കുക. എന്തിനാ ലേറ്റ് ആക്കുന്നേ? മരുന്ന് കഴിക്കാനുള്ളതല്ലേ? വന്ന ഉടനെ റിപ്പോർട്ടുമായി ഡോക്ടറിന്റെ അടുത്ത് ചെല്ലാൻ പറഞ്ഞു. ശരി ശരി. സച്ചി എവിടെ പോയതാ? ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ.